മൂന്നാം ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു വിനോദയാത്ര. സനോജ് ചന്ദ്രൻ പാലക്കാട്, സുരേഷ് കെ മണ്ണാർക്കാട്, പ്രജ്ഞോളിപ്പ ചിറ്റൂർ, എം.എൻ. തൃശൂർ, റാബിയമ്മ സിംഗ് മണ്ണാർക്കാട്, ഗൗതമൻ മാസ്റ്റർ കോഴിക്കോട്, മഹേഷ് കെ ഇടുക്കി. കലാസ്നേഹികളായ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധപൂർണമായ വീക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വിനോദയാത്ര. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, വിനോദയാത്രയിൽ വരുമ്പോൾ എന്തെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിവിടെ വെള്ളം പറയുമ്പോൾ സംസാരിക്കുന്നുള്ള കാര്യം ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി. മനസ്സിലായോ? വിനോദയാത്രയിൽ വരുമ്പോൾ എന്തെന്തെല്ലാം കാര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത്, നോക്കേണ്ടത്, അച്ചടക്കം പാലിക്കേണ്ടത് എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത് പറഞ്ഞത്, നമ്മൾ പറഞ്ഞിരിക്കുന്നത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയിലേക്കാണ്, അവരുടെ കുടുംബത്തിലേക്കാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി എങ്ങനെയാണ് വരുന്നത് അതുപോലെ നമ്മൾ അവരുടെ കുടുംബത്തിലേക്ക് പോയി സംരക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓർമ്മയില്ലേ? ആവശ്യമായ ശ്രദ്ധയും പഠിപ്പിക്കുന്നതിനെ മറ്റൊരു ജീവിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളും ഉപയോഗിക്കരുത്. അതായത് ഈ ആവാസക്കാർക്ക് പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മളായിട്ടുണ്ടാകും. എന്തായാലും ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ കാട്ടിലേക്ക് വരുമ്പോൾ ഈ നോക്കിയാൽ എത്ര മനോഹരമായിരിക്കുന്ന കാട്, ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതാണ്. നമ്മളായിട്ട് ഇതൊക്കെ നോക്ക്. ഒരു പൂപ്പറിയരുത്. എന്തായാലും ഒരു പൂവെന്ന് പറഞ്ഞാൽ ഒരു കായ ഉണ്ടാവേണ്ട വിത്താണ്, വിത്തുണ്ടാവേണ്ടതാണ്. ആ വിത്താണ് ഒരു മരമായി കഴിയുന്നത്. ഈ വലിയ കാടുകളും മറ്റും ഉണ്ടാക്കുന്നത്. മനസ്സിലായാലും പൂ പറിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പനി വരില്ല, മഴ കൊള്ളണം, മഴ കൊള്ളുന്നത് കഴിഞ്ഞാൽ പനി വന്നാൽ പനിയും ജലദോഷമല്ല, ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രകൃതി നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരു ഇലയെ പോലും നമ്മൾ ഉള്ളി നോക്കിക്കരുത്. മനസ്സിലായല്ലോ? ഇലയാകേണ്ട നമുക്കൊരു കാര്യമില്ല. നിന്റെ കൈയോ കാലോ പിടിച്ചു വെച്ചാൽ നിന്റെ വിലകില്ലേ? ഇലയില്ലാന്നല്ല, ഇലയ്ക്കും ഈ ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം തന്നെ പാമ്പ് നമുക്ക് ആവശ്യമുള്ളതാണ്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഈ പ്രകൃതിയിലുള്ള ഓരോ ജീവി നമുക്കും ഈ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് അന്യോന്യം പരസ്പരം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അവയൊന്നും തന്നെ നമ്മൾ യാതൊരു തരത്തിലും ഉപദ്രവിക്കരുത്, നശിപ്പിക്കരുത്. നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇത്രയും നല്ല കാടും മഴയും പൊടിയും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ മനുഷ്യന്മാരുടെ കടമ? ഇല്ല, പ്രകൃതിയെ നമ്മളായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം, നമ്മളായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും
പ്രകൃതിയെ സർവവും സ്വയം സംരക്ഷിക്കും. പ്രകൃതിയെ നമ്മൾ സ്വയം സംരക്ഷിക്കും. പ്രകൃതിയെ സർവവും സ്വയം സംരക്ഷിക്കും. പ്രകൃതിയെ സർവവും സ്വയം സംരക്ഷിക്കും.